ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞങ്ങൾ പുതിയൊരു പാർക്കിലേക്ക് പോവുകയാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ഓട്ടോറിക്ഷ കിട്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ നേരെ പാർക്കിലേക്ക് ഓട്ടോറിക്ഷയിൽ പോവുകയാണ്. ഇനി പറയാം എവിടെയാണ് പാർക്ക്, എന്താണ് എന്നൊക്കെ കേട്ടോ. അപ്പോൾ നമ്മുടെ പാർക്കിൻ്റെ പേര് ഫൻറ്റാർട്ടിക്ക എന്നാണ്. സ്ഥലം മമ്പാട് താളിപ്പൊയിലാണ് കേട്ടോ. ഇനി അങ്ങനെ പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മമ്പാട് ഒരു ഹൈലൈറ്റ് മാൾ തുടങ്ങുന്നുണ്ടല്ലോ, അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഫൻറ്റാർട്ടിക്ക പാർക്ക് കേട്ടോ. അതുകൊണ്ട് സ്ഥലം പേക്കാനൊന്നുമില്ല. അപ്പോൾ അവിടെയാണ് നമ്മുടെ പുതിയ പാർക്ക് വരുന്നത്. അങ്ങനെ യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സ്ഥലത്തെത്താറായി. അവിടെ എത്തിയപ്പോൾ തന്നെ ഇതാണ് മക്കളെ കണ്ണിൽ പെട്ടത് കേട്ടോ. തൊട്ടടുത്തായിട്ട് ഇങ്ങനെ കിളികളെ വളർത്തുന്ന ഒരു കട ഉണ്ട്. അപ്പോൾ മക്കൾ പറഞ്ഞ് പ്രാവിനെ വാങ്ങുക, തത്തനെ വാങ്ങുക എന്നൊക്കെ. പക്ഷേ വീട്ടിൽ പൊതുവെ ഉണ്ടായത് കൊണ്ട് വാങ്ങണ്ടെന്ന് വെച്ച് ഞങ്ങൾ നേരെ പാർക്കിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ പാർക്കിൻ്റെ കാവൽക്കാരനായ സെക്യൂരിറ്റി അവിടെ ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഏരിയ. ഇതാണ് കേട്ടോ വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഏരിയ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വണ്ടി പാർക്ക് ചെയ്യാൻ സൗകര്യമുണ്ടോ ഇല്ല എന്നൊക്കെ കേട്ടോ. ഒരുപാട് സൗകര്യമുണ്ട്. ഇവിടെ ഒരു ഗ്രൗണ്ട് തന്നെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ വണ്ടി പാർക്ക് ചെയ്യാൻ. ഇവിടെ കണ്ട ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാറ്, സുമോ അതുപോലത്തെ വണ്ടികളാണ് കണ്ണിൽ പെട്ടത്. ബൈക്ക് പാർക്ക് ചെയ്തൊന്നും അങ്ങനെ കണ്ണിൽ പെട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് നടന്ന് നീങ്ങിയപ്പോൾ ഇവിടെ ഉണ്ട് ബൈക്കും സ്കൂട്ടിയൊക്കെ ഇവിടെ സൈഡിലായിട്ട് ഇങ്ങനെ പാർക്ക് ചെയ്ത്. അപ്പോൾ അവിടെ മാത്രമല്ല ഇവിടെയും പാർക്കിംഗ് ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഇവിടെയും കുറച്ച് വണ്ടികൾ കണ്ടു. ഇത് കണ്ടോ, കുറച്ച് വണ്ടികൾ ഇവിടെയും കാണുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ നടന്ന് അങ്ങനെ പോവുകയാണ്. എന്തൊരു രസം കാണാൻ, എന്താ ഭംഗി. വളരെ ഇഷ്ടമായിട്ടോ ഈ ഒരു പാർക്ക്. സത്യത്തിൽ ഇതൊരു ചെറിയ പാർക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എത്രയോ വലുത്, എത്രയോ വ്യാപിച്ച് കിടക്കുന്ന വലിയൊരു പാർക്കാണിത്. ബസ്സിലൊക്കെ പോകുമ്പോൾ ഒരുപാട് തവണ ഇത് കണ്ടിട്ടുണ്ട്, പണി പൂർത്തിയാകുന്നതിന് മുമ്പ്. അപ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇത് ചെറുതാണെന്ന് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. അപ്പോൾ പാർക്കിൻ്റെ പേര് ശരിക്കും കണ്ടോളി കേട്ടോ. ഫൻറ്റാർട്ടിക്ക എന്നത് വലിയ അക്ഷരത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പാർക്കിൻ്റെ ഉള്ളിലേക്ക് മെയിൻ റോഡിൽ നിന്ന് കയറുമ്പോൾ തന്നെ ഇത് നമ്മൾ കണ്ണിൽ പെടും കേട്ടോ. അങ്ങനെ ഇതൊക്കെയാണ് അവിടുത്തെ നല്ല രസകരമായ കാഴ്ചകൾ. എവിടെ എത്തിയാലും നമുക്ക് ഇവിടുന്ന് ഫോട്ടോ എടുത്താലോ എന്ന് തോന്നിപ്പോകും. കാരണം അത്രയ്ക്ക് ഭംഗി. അങ്ങനെ കാണാത്തൊരു മോഡലായിട്ടാണ് ഈ ഒരു പാർക്ക് ഇവർ നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരുപാട് ആളുകൾ ഇത് ഇവിടെ നിന്നൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇവിടെയാണ് നമുക്ക് കയറാനുള്ള രണ്ടാമത്തെ കവാടം. അപ്പോൾ ഇവിടുന്ന് നോക്കിയാൽ തന്നെ കാണും നമ്മുടെ ഹൈലൈറ്റ് മാളിൽ പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് ശരിക്കും കാണാൻ കഴിയും. ഹൈലൈറ്റ് മാളിൻ്റെ തൊട്ടടുത്തായിട്ടാണല്ലോ ഈ പാർക്ക്. അപ്പോൾ ഇവിടുന്ന് നോക്കി നമുക്ക് കാണുന്നുണ്ട് കേട്ടോ ഹൈലൈറ്റ് മാളിൻ്റെ പണി നടക്കുന്നതൊക്കെ. ക്രെയിനാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഇതാണ് ഫൻറ്റാർട്ടിക്ക പാർക്കിൻ്റെ രണ്ടാമത്തെ കവാടം. ഇതിനുള്ളിലേക്ക് കയറാനും ക്യാഷൊന്നും വേണ്ട, നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ കയറാം. ഈ ഒരു കവാടം സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് ഒരു മങ്കിൻ്റെ ഫോട്ടോത്തിൽ, പിന്നെ അതുപോലെ മങ്കി ഒരു ബനാന കയ്യിൽ പിടിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ വെച്ചിട്ടാട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതാണ് ഫസ്റ്റിൽ തന്നെ വരുന്നത് കേട്ടോ. വെള്ളത്തിൻ്റെ ഒരു എന്താ പറയുക, ഇതന്നെ ഈ കാണുന്നത്. നല്ല അടിപൊളിയായിട്ട് തോന്നിയിട്ട് നല്ല ഭംഗി കാണാൻ. കുറച്ച് സമയം ഇവിടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നത് ഞാനും മക്കളും കാക്കൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗി അത് കണ്ടുകൊണ്ടിരിക്കാൻ. പിന്നെ ഈ ഒരു കാര്യൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതായത് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന താഴ്ഭാഗത്ത് ഇതായത് പുല്ലുകൊണ്ട് കുറച്ച് ഭാഗം സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് തൊട്ടടുത്തായിട്ട് തന്നെ ചെടി വളർത്തുന്നുണ്ട് കേട്ടോ. ഇനിയാണ് മക്കളെ ക്യാഷ് പൊട്ടാൻ പോകുന്നത്. ഇത്രയും കണ്ട ഭാഗങ്ങൾ നമുക്ക് പൈസ ഒന്നും ഇല്ലാതെ ഫ്രീ ആയിട്ട് കാണാം. ഇനി കാണാൻ പോകുന്നതിന് എന്തായാലും ക്യാഷ് നിർബന്ധമാണ്. അങ്ങനെ ഒരാൾക്ക് 100 രൂപ വെച്ചിട്ടാണ് കേട്ടോ ഫീസ്. കുട്ടികൾക്ക് വേണ്ട, വലിയ ആളുകൾക്കാണ്. അങ്ങനെ ഞാൻ ഒരു ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറി. കാക്കു കയറുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞ് കാക്കു കയറി വന്നു. അങ്ങനെ അകത്തേക്ക് കയറിയപ്പോൾ കണ്ട കാഴ്ചകൾ അതിലേറെ ഭംഗി. പെൻഗ്വിൻസ്, ഇഗ്ലു, അതുപോലെ നല്ല നല്ല കാഴ്ചകൾ. ഇതിലും ഇത് കണ്ടേക്കന്നെ പെൻഗ്വിൻ പറഞ്ഞ് പെൻഗ്വിൻ്റെ ചുണ്ടുമ്മ പിടിച്ച് തൂങ്ങാൻ പോയിട്ടുണ്ട്. 1 2 അല്ല കേട്ടോ പെൻഗ്വിൻസ് ഉള്ളത്. ഇവിടെ ഒരു 5 6 എന്തായാലും ഉണ്ട്. അങ്ങനെ ലിദൂസ് ഇഗ്ലുവിൻ്റെ ഉള്ളിൽ കളിക്കാൻ പോയി കണ്ട് തല മുട്ടി വന്നിട്ടുണ്ട് കേട്ടോ. ലിദൂസിൻ്റെ പിന്നെ കളിയിൽ ഏർപ്പെട്ടാൽ ശ്രദ്ധല്ല, അതുകൊണ്ടാണ് ഒന്നാമത്. അപ്പോൾ അവൻ്റെ തല മുട്ടിയപ്പോൾ കാക്കത് ഒഴിഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ വീഡിയോ എടുക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ. പക്ഷേ ഇത് വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഇതൊക്കെയാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ. പിന്നെ ഇത് ഇവിടെ ഒരു ചെറിയ കുളം കാണുന്നുണ്ട്. ഇതിലേക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല എന്ന് തോന്നുന്നു. വെള്ളം വളരെ കുറച്ചുള്ളൂ കേട്ടോ, കൂടുതലായിട്ടൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഒരു ചെറിയ കുളം ഇവിടെ ഉണ്ട്. പിന്നെ അത് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരുപാട് ഐറ്റംസ്. അങ്ങനെ പാർക്ക് കാണാൻ വന്നവർ മൊത്തം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഫോട്ടോ എടുക്കാതെ പോയിട്ടില്ല കേട്ടോ. എല്ലാ പേരൻസും അവരുടെ മക്കളെ പെൻഗ്വിൻസിൻ്റെ അടുത്തൊക്കെ നിർത്തി ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. ഞങ്ങളും പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഈ കാണുന്നതൊക്കെ എന്താണെന്ന് പോലും അറിയില്ല കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. നിങ്ങൾക്കറിയെങ്കിലും ഒന്ന് താഴെ കമൻറ്റ് ഇടണം കേട്ടോ. ആ തൂണ് പോലെ കാണുന്ന ആ സംഭവം എന്താണെന്ന്.
പിന്നെ ഈ ഒരു സംഭവം ഇതിൽ നമുക്ക് പങ്കെടുക്കാൻ ക്യാഷ് കൊടുക്കണം കേട്ടോ, വേറെ ക്യാഷ് കൊടുക്കണം. നേരത്തെ കാണിച്ച 100 രൂപേൻ്റെ ടിക്കറ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതിലേലൊക്കെ കയറണം എന്ന് തോന്നിയാൽ അതിന് വേറെ ക്യാഷ് മുടക്കണം. പിന്നെ ഇവിടുത്തെ ഈ ഒരു സംഭവത്തിൽ കയറാത്ത ആളുകൾ ഉണ്ടാവില്ല കേട്ടോ. ഇതിലെല്ലാവരും കളിക്കുന്നുണ്ട്, വലിയ ആളുകളും ചെറിയ മക്കളും, ജെൻസ് ലേഡീസ് എന്നൊന്നുമില്ല, എല്ലാവരും ഇതിലിറങ്ങി കളിക്കുന്നുണ്ട്. അതിന് ക്യാഷ് കൊടുക്കണം. അങ്ങനെ വന്നവർ മൊത്തം ഇതിൻ്റെ ഉള്ളിലാണെന്ന് തോന്നുന്നു. ആളുകളെ കണ്ടാൽ നമുക്ക് അങ്ങനെ തോന്നിപ്പോകും കേട്ടോ, കാരണം അത്രയ്ക്ക് തിരക്കുണ്ട്. വെള്ളത്തിൽ നോക്കിയാലും കരയത്ത് നോക്കിയാലും ജനങ്ങളെ കൊണ്ടൊരു തിരക്കാണ്. മിക്ക പേരൻസും കരയത്ത് കയറിയിരിക്കാം കേട്ടോ, അവരുടെ മക്കൾ മാത്രമേ വെള്ളത്തിൽ കളിക്കണുള്ളൂ. ചില ആളുകളൊക്കെ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുമുണ്ട്. അങ്ങനെ പാർക്കിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോഴല്ലേ മനസ്സിലായത് ഇത് കാണുന്ന പോലെയൊന്നല്ല, പുറത്തുനിന്ന് കാണുന്ന പോലെയൊന്നും അല്ല എന്ന് മനസ്സിലായി കേട്ടോ. ഇതിനുള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ എന്താ ഒരു വൈബ്, അടിപൊളി വൈബാണ്. ഈ ഒരു വെള്ളത്തിൻ്റെ സ്റ്റാർട്ടിങ് എവിടെ നിന്നാണ് നോക്കിയപ്പോൾ, ഈ ഒരു വെള്ളത്തിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത് ഇതേ അവിടെ നിന്നാണ് കേട്ടോ. ഞങ്ങൾ വീണ്ടും നടത്താൻ ആരംഭിച്ചു. ഒരു സ്ഥലത്ത് തന്നെ നിന്നാൽ പിന്നെ പാർക്ക് പൂട്ടുന്നത് വരെ അവിടെ തന്നെ നിൽക്കും, കാരണം കണ്ടുകൊണ്ടിരിക്കാൻ അത്രക്ക് വൈബാണ്. അതിൻ്റെ ഇടയിൽ ഈ ഒരു സംഭവം കണ്ടു. ഇതെന്താണെന്നും കൂടെ അറിയില്ല. ഇതെന്താണ് ഗൈസ്, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഇങ്ങനെ നടന്നാൽ ക്ഷീണിക്കൂല എന്നുള്ള വിചാരമൊന്നും വേണ്ട കേട്ടോ. ക്ഷീണിച്ചാൽ ഇരിക്കാനും കിടക്കാനും ഒക്കെ ഉള്ള സെറ്റപ്പ് ഇവിടെ ഉണ്ട് കേട്ടോ. ഈ കാണുന്ന സ്ഥലത്തൊക്കെ നമുക്ക് ഇരിക്കാൻ വേണമെങ്കിൽ കിടക്കും ചെയ്യാം. ഞങ്ങളിങ്ങനെ നടന്നു പോകുന്നതിൻ്റെ ഇടയിലാണ് ഒരു ശബ്ദം കേട്ടത് കേട്ടോ. അപ്പോൾ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു സാധനം കറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലത്തെ ആളുകൾ പേടിച്ച് സൗണ്ട് ഉണ്ടാക്കുകയാണ്. സംഭവം ഇതെന്താണെന്ന് ചോദിച്ചാൽ നല്ല രസമാണ് ഇതിൽ കയറി കഴിഞ്ഞാൽ കേട്ടോ, പക്ഷെ അതിനേക്കാളും ഏറെ പേടി ഉണ്ടാവും. ഇത് കണ്ടോ ഗൈസ്, എന്താ കറക്കം അല്ലേ. പിന്നെ കുറച്ചങ്ങോട്ട് നടന്ന് നീങ്ങിയപ്പോൾ ബമ്പർ കാർ എന്ന ഒരു ബോർഡ് കണ്ട്. അതിൻ്റെ ഉള്ളിൽ എല്ലാ ആളുകളും ഭയങ്കര കാർ റേസിങ്ങിലാട്ടോ. ഇത് ആദ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് കാർ ഓട്ടാൻ അറിയുന്ന ആളുകൾ തന്നെയാണ് ഇതിൽ പങ്കെടുക്കാമെന്ന് കേട്ടോ. പക്ഷേ അത് ഒരിക്കലും ഒരു സത്യമല്ല. ഇത് കാറിൽ പോലും ഇരിക്കാത്ത, കാർ ഇതുവരെ ഓട്ടി നോക്കാത്ത ആളുകളാണ് ഫുൾ ഇതിൽ കളിക്കണം കേട്ടോ. കാർ ഓട്ടൽ പഠിക്കാമെന്ന ലക്ഷ്യത്തിലും കൂടിയാണ് ചില ആളുകൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഈ കാർ റേസിങ് നടത്തുന്നത്. ഇത് കണ്ടപ്പോൾ ഞാനും വിചാരിച്ചു എനിക്കൊന്ന് കാർ ഓട്ടി നോക്കണമെന്ന്, പങ്കെടുത്ത് നോക്കട്ടെ എങ്ങനെയുണ്ട് നോക്കട്ടോ. പക്ഷേ എനിക്കൊരു മടി, എന്തോ ഫാമിലി കൂടെ ഇല്ലാഞ്ഞിട്ടാവാം, എനിക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കിതിലൊക്കെ കയറാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ കൂടെ ആരില്ലാത്തതുകൊണ്ട് ഞാനങ്ങനെ കയറാൻ ഒരു മടി കാണിച്ചു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് നമുക്ക് ജ്യൂസ്, ചായ, കോഫി, ഐസ്ക്രീം എന്ത് വേണമെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കിട്ടും. അതിൻ്റെ കാര്യത്തിലൊന്നും പേടി വേണ്ട കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ചതിൻ്റെ മറ്റൊരു വശമാണ് കേട്ടോ ഇത്. കാക്കു ഇത് കണ്ടപ്പോൾ പറഞ്ഞു ഡ്രാക്കുള എന്നൊക്കെ, പക്ഷേ എനിക്കത് അറിയില്ല കേട്ടോ ശരിക്കും. ഇനി നിങ്ങൾ പറയുന്നത് എന്താണെന്നൊക്കെ. അങ്ങനെ ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂളുണ്ട് കേട്ടോ, എനിക്കറിയില്ലായിരുന്നു ഇത് സ്വിമ്മിംഗ് പൂളാണെന്ന്. പിന്നെ മക്കൾ പറഞ്ഞു അമ്മച്ചി ഞങ്ങൾക്ക് സ്വിമ്മിംഗ് പൂളിൽ കളിക്കണമെന്ന്. അപ്പോഴാണ് എനിക്കെന്നെ ഓടിയത് ഇത് സ്വിമ്മിംഗ് പൂളായിരുന്നു കേട്ടോ. ഇതിൽ കയറണമെങ്കിൽ നമ്മൾ പൈസ കൊടുക്കണം. ഈ വെള്ളത്തിൻ്റെ ഒരു ഇത് കണ്ടോ, നല്ല ഭംഗിയില്ല കാണാൻ. മക്കൾക്ക് കാർ റേസിങ് കണ്ടപ്പോൾ ഞങ്ങൾക്ക് അതിൽ കളിക്കണം എന്ന് പറഞ്ഞു. ഓക്കെ കളിച്ചോളൂ എന്ന് പറഞ്ഞാൽ അവരുടെ ഇഷ്ടത്തിന് അങ്ങനെ ടിക്കറ്റ് എടുക്കുകയാണ്. അപ്പോൾ ടിക്കറ്റ് എടുത്തപ്പോൾ അയാൾ പറഞ്ഞു മക്കൾക്ക് പറ്റില്ല, വലിയ ആളുകൾക്കാണ് പറ്റുകയെന്ന്. അപ്പോൾ കാക്കു പറഞ്ഞു ഈ ഓട്ടിക്കോ വണ്ടി. ഞാൻ പറഞ്ഞു ഞാൻ ഓട്ടില്ല, നിങ്ങൾ ഓട്ടിക്കോണ്ടിന്ന് പറഞ്ഞു. അങ്ങനെ കാക്കും ഞാനും തമ്മിൽ കുറേ നേരം സംസാരിച്ച്, പക്ഷെ തീരുമാനമായില്ല ഗെയ്സ്. ഞങ്ങൾ രണ്ടുപേരും അതിൽ കയറിയില്ല. അങ്ങനെ മക്കൾക്കും കയറാൻ പറ്റിയില്ല. എന്താ 100 രൂപയുണ്ടോ ഒരാൾക്ക് വരുന്ന ചാർജ്. ടിക്കറ്റ് എടുത്തതിന് ശേഷം കുറച്ച് ടെൻഷൻ വന്നു ഞങ്ങൾക്ക്. അപ്പോൾ ആ ടെൻഷൻ മാറാൻ വേണ്ടിയിട്ടൊന്ന് ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ലിദൂസാണ് ആദ്യം ഐസ്ക്രീം ആവശ്യപ്പെട്ടത്. ലിദൂസിന് ഐസ്ക്രീം വാങ്ങിച്ച് കൊടുത്തപ്പോൾ അവനത് കഴിച്ച് നോക്കിയിട്ട് പറഞ്ഞത് എന്തോ ചോയുണ്ട്, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അത് ടേസ്റ്റ് ഇല്ല എന്നൊക്കെ. അങ്ങനെ അത് നമ്മൾ ദിലുവിന് കൊടുത്ത് ലിദൂസിന് അങ്ങനെ പുതിയ ഐസ്ക്രീം വാങ്ങിച്ച് കൊടുത്തു. അപ്പോൾ ലിദൂസിന് ആ സാധനം മാത്രം മതി, അതിന് ക്രീം വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ദിലുവിൻ്റെ കയ്യിൽ കൊടുത്തു. ദിലു ആണെങ്കിലോ ആ ഐസ്ക്രീം തിന്നിട്ട് പണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ താഴ്ഭാഗത്ത് കടിച്ചിട്ടുണ്ട് നമ്മുടെ ദിലു കേട്ടോ. അപ്പോൾ ലിദൂസിന് അത് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ലിദൂസ് ഭയങ്കര കരച്ചിൽ, എന്തിനാണത് കടിച്ചതെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ദിലുവിൻ്റെ കയ്യിൽ എന്തെങ്കിലും കൊടുത്താൽ ഇതാണ് എന്തെങ്കിലും പണി ഉണ്ടാക്കി വെക്കുവാൻ. അങ്ങനെ പാവൻ്റെ ലിദൂസ് കുറേ കരഞ്ഞു പാർക്കുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഗെയ്സ്. മക്കൾ ആവശ്യപ്പെട്ട ആ ബമ്പർ കാറിൽ ഇനി കയറാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള ടെൻഷൻ ഇപ്പോൾ ഒരുവിധമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ ആളോട് ടിക്കറ്റ് എടുത്ത ആളോട് ചോദിച്ചു ഈ ടിക്കറ്റ് കൊണ്ട് ഞങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും കയറാൻ പറ്റുമോ. അപ്പോൾ അയാൾ പറഞ്ഞു ആ കയറ്റാൻ അതിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മക്കൾക്ക് ഇതിൽ കളിക്കാനാണ് താല്പര്യം. അങ്ങനെ ഇതിൽ കയറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആ ടിക്കറ്റ് ഉപയോഗിച്ചു. ഇത് ട്രാംപോളിൻ പാർക്ക് എന്നാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഒരാൾക്ക് 100 രൂപ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം ഇത് ടാർപോളിൻ എന്നാണ് വായിച്ചിട്ടോ. പിന്നീട് ശരിക്കും വായിച്ച് നോക്കിയപ്പോൾ മനസ്സിലായി ട്രാംപോളിൻ പാർക്ക്. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഉദ്ദേശം എന്ന് ചോദിച്ചാൽ ഇത് തന്നെ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ മക്കൾ വേദനിച്ച് പുറത്തിറങ്ങൂല കേട്ടോ. ഫുൾ പ്ലാസ്റ്റിക്കാണ്, അതുകൊണ്ട് വേദനിക്കില്ല. എങ്ങനെ വീണാലും എങ്ങനെ കുത്തിമറിഞ്ഞാലും എങ്ങനെ ഡാൻസ് ചെയ്താലും വീണ് വേദനിക്കുന്ന അവസ്ഥ ഇതിൻ്റെ ഉള്ളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ആ ടിക്കറ്റ് കൊണ്ട് മക്കൾ ഇതിലാണ് കളിച്ചത്. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കുക ഗൈസ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും.
മക്കൾ കളിക്കുന്നതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ 16D തിയേറ്ററും ഉണ്ട് കേട്ടോ. അതിന് ഒരാൾക്ക് 100 രൂപയാണ്. ആ കാര്യം പറയാൻ പറ്റും. അങ്ങനെ എൻ്റെ മക്കൾ ഐസ്ക്രീം മീറ്റൊക്കെ കഴിഞ്ഞ് മക്കൾ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പോവാണ്. അങ്ങനെ എൻ്റെ മക്കൾ ഇതിൻ്റെ ഉള്ളിൽ കയറി അവരുടെ ചാടിക്കളി അവരും തുടങ്ങി. ഇനി ഇത് ഇപ്പം അടുത്തൊന്ന് അവസാനിക്കുമ്പോൾ തോന്നുന്നുള്ളത്. ഈ സമയത്ത് കാക്കു മക്കളെ കളിയും കണ്ട് ഇവിടെ ചെയറിൽ ഇരിക്കുന്നുണ്ട്. ഇതല്ലാതെ വേറെ എന്ത് ചെയ്യാനല്ലേ. അങ്ങനെ മക്കളുടെ ചാടിക്കളിക്ക് 1 മണിക്കൂറിന് ശേഷമാണ് തീർന്നത്. അതിന് ശേഷം ഞങ്ങൾ വീണ്ടും നടത്താൻ ആരംഭിച്ചു. ഇനി ഒരുപാട് കാണാനുണ്ട്. അപ്പോൾ ഇങ്ങനെ നടന്നു പോകുന്നതിൻ്റെ ഇടയിലാണ് ഇതൊരു കണ്ണുപെട്ടത് കേട്ടോ. ഇവിടെ എഴുതി വെച്ച എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. പക്ഷെ ഇന്നെന്തോ ഓപ്പൺ ആയിട്ടില്ല, അതായിരിക്കാം അടച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കണ്ടത് ടണ്ണൽ അക്വേറിയമാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കാര്യമായിട്ട് മത്സ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല. കാരണം ഞങ്ങൾ കാണാത്ത എല്ലാ മത്സ്യങ്ങളും അവിടെ എടക്കരയിൽ മറൈൻ മിറാക്കിൾ വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം. അവിടെ നിന്ന് കണ്ടിട്ടുണ്ട്. മത്സ്യകന്യകനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ ആയിരിക്കും ഇതിൻ്റെ ഉള്ളിലും. അതുകൊണ്ട് ഇതിവിടെ പ്രവേശിച്ചിട്ടില്ല. ജസ്റ്റ് ഇതിൻ്റെ ഒരു മുൻഭാഗം കാണിച്ചു എന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്രണ്ടിനെ ഈ പാർക്കിൽ ഞങ്ങൾ കണ്ടുമുട്ടി. ഞങ്ങൾ ഇൻ്റർവ്യൂവിന് ഒരുമിച്ച് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് പരിചയമായതാണ്. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് എനിക്ക് കാണുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഇതെന്താണ് നിങ്ങൾക്ക് കണ്ടിട്ടെന്താ മനസ്സിലായത്? ഒരു ജീപ്പ് ഇങ്ങനെ ഓട്ടല്ലേ. എനിക്ക് അതിനെയാണ് മനസ്സിലായത്. പക്ഷെ ഇതിന് ക്യാഷ് വേണമെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ജസ്റ്റ് വീഡിയോയിലൊന്ന് ഉൾപ്പെടുത്തി ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങൾക്കൊന്ന് കാണാമല്ലോ, എന്തൊക്കെ ഉണ്ട് എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഇതിന് തൊട്ടടുത്തായിട്ട് തന്നെ താഴോട്ട് ഇറങ്ങി പോയപ്പോഴാണ് അവിടെ കുറേ ബേർഡ്സ് ഉണ്ട് കേട്ടോ. കുറേ ബേർഡ്സും പിന്നെ അതുപോലെ കുറേ ജീവികളുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ ക്യാഷ് വേണ്ടി വരുമെന്ന് വിചാരിച്ച് ഇങ്ങനെ പോയതായിരുന്നു. പക്ഷേ ക്യാഷിൻ്റെ ആവശ്യം അവിടെ ഇല്ല. അത് ഫ്രീ ആണ്. ആർക്ക് വേണമെങ്കിലും കയറാം. ആർക്ക് വേണമെങ്കിലും എത്ര സമയം വേണമെങ്കിലും അതിൻ്റെ ഉള്ളിൽ നമുക്ക് ചിലവഴിക്കാം. മാത്രമല്ല നമുക്ക് ഇനി അവിടുത്തെ കിളികൾക്ക് തിന്നാൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവർ തീറ്റ തരും, നമുക്ക് തിന്നാൻ കൊടുക്കുക. അപ്പോൾ ദിവസം കാക്കൊക്കെ തിന്നാൻ കൊടുത്തിട്ട്. പക്ഷേ എനിക്ക് ഭയങ്കര പേടിയാണ്. മക്കളെക്കാളും പേടി എനിക്ക്. ഞാൻ തിന്നാൻ കൊടുക്കാറില്ല. എനിക്കെന്തോ ഒരു ഭയങ്കര പേടി. അവരിങ്ങനെ നമ്മുടെ കയ്യിൽ വന്നിരിക്കുമ്പോൾ അവർ കാലിൻ്റെ നഖം ഇങ്ങനെ തട്ടുമ്പോൾ എനിക്കെന്തോ ഒരു ഭയങ്കര പേടി. ഞാൻ നിലത്തണ്ടിടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ പണിക്ക് നിന്നിട്ടില്ല. മക്കളൊക്കെ തിന്നാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് നല്ലവണ്ണം ആസ്വദിച്ചത് കണ്ടിട്ട്. കുറച്ച് ക്ലിയർ കുറവാണ് തോന്നുന്നില്ല ഗൈസ്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്തൊക്കെ ജീവികളാണ്, ഏതെല്ലാം പക്ഷികളാണ് ഇതിൻ്റെ ഉള്ളിലെന്ന്? നിങ്ങൾ എന്തെല്ലാം ജീവികളെ കണ്ടു, എന്തെല്ലാം പക്ഷികളെ കണ്ടു പേരറിയുകയാണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ഇടാം കേട്ടോ. വീഡിയോ ശരിക്കും ഒന്ന് കണ്ടിട്ട്. അപ്പോൾ ഇവിടെ കുറച്ച് വീഡിയോ ക്ലിയർ കുറച്ച് കുറവാണ്. ഒരുപാട് പക്ഷികൾ വെറൈറ്റി അതുപോലെ പ്രാവുകളെ കണ്ടു. പിന്നെ പ്രാവ് മുട്ടിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ മുട്ടൻ്റെ മുകളിലായിട്ട് പ്രാവ് ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് മുട്ട നിങ്ങൾക്ക് ശരിക്കും കാണാൻ കഴിയില്ല. ഇതൊക്കെ പല പല പക്ഷികളാണ്. എനിക്ക് പേരൊന്നും അറിയില്ല കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ, അടിപൊളിയാണ്. പിന്നെ ഒരു കാര്യം പറയാനാ പറ്റ മറന്നു കേട്ടോ. ഈ ഒരു കാര്യമാണ് ഞാൻ ആദ്യം പറയേണ്ടിയിരുന്നത്. പക്ഷേ ഇത് ലാസ്റ്റിലാണ് വന്നു പോയത്. കാരണം ഈ പാർക്കിൻ്റെ ഉള്ളിൽ നമുക്ക് നമസ്കരിക്കാനുള്ള സൗകര്യമുണ്ട് കേട്ടോ. ആർക്ക് പുരുഷന്മാർക്കും സ്ത്രീകൾക്കൊക്കെ നമസ്കരിക്കാനുള്ള സൗകര്യമുണ്ട്. നമുക്ക് വേണമെങ്കിൽ നിസ്കരിക്കാനായിട്ട് റൂം മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ നിസ്കാരക്കുപ്പായം കാര്യങ്ങളുണ്ടോയെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. കാരണം സ്ത്രീകൾ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഒരു പുരുഷൻ നിസ്കരിക്കുന്നത് കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായത് നിസ്കരിക്കാനുള്ള സ്ഥലമാണ് കേട്ടോ. ചില ആളുകൾക്കൊക്കെ നിസ്കരിക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ പാർക്കിലേക്ക് വരാൻ സമ്മതമായിരിക്കും. ചില ആളുകൾ നിസ്കാരം കളായി പോകുമെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ പാർക്കിലേക്കൊന്നും പോകണ്ട എന്നൊക്കെ പറയും. പക്ഷേ ഈ ഒരു പാർക്കിൻ്റെ ഉള്ളിലേക്ക് വന്നാൽ ഒരു പേടിയും വേണ്ട. നമ്മുടെ നിസ്കാരങ്ങളൊന്നും കളാവില്ല. നമുക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നമുക്കവിടെ നിസ്കരിക്കാം കേട്ടോ.
പിന്നെ സ്ത്രീകൾക്ക് നമസ്കരിക്കാൻ ഇനി നിസ്കാര കുപ്പായം അതിൻ്റെ ഉള്ളിലുണ്ടോയെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ടില്ല. ഞാൻ പുറത്തുനിന്ന് ഇങ്ങനെ കണ്ടു, ഒരു പുരുഷൻ നിസ്കരിക്കുന്നത് കണ്ടു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ പാർക്കിൻ്റെ വിശേഷങ്ങൾ. വളരെ സൗകര്യപ്രദമായൊരു പാർക്കാണ്. എല്ലാം കൊണ്ടും സൗകര്യമാണ് കേട്ടോ. നമുക്ക് നിസ്കരിക്കാൻ വരെ സൗകര്യം ഉണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നമുക്ക് ഈ പാർക്കിൽ വന്നുകൂടാ? നിങ്ങൾ ധൈര്യമായിട്ട് ഈ പാർക്കിലേക്ക് വരൂ ഗെയ്സ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പ്രാവ് കേട്ടോ, കണ്ടില്ല നിങ്ങൾ? അപ്പോൾ മുട്ടൻ്റെ മുകളിലായിട്ടാണ് പ്രാവ് ഇരിക്കുന്നത് കേട്ടോ, അതുകൊണ്ടാണ് മുട്ട കാണാതെ പോയത്. നിങ്ങൾ ഏതൊക്കെ ജീവികളെ കണ്ടു എന്ന് താഴെ കമൻ്റ് ഇടാൻ മറക്കരുതേ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കിളികൾ കേട്ടോ. ഇത് ലവ് ബേർഡ്സാണെന്ന് തോന്നുന്നു. ഇനി വേറെ ഏതോ കിളികളാണ്, എനിക്ക് കറക്റ്റ് അറിയുന്നില്ല. കണ്ടപ്പോൾ എനിക്ക് നല്ല മനസ്സിലായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോയിൽ എനിക്ക് ശരിക്കും മനസ്സിലാവുന്നില്ല, കാരണം വീഡിയോ എടുത്തപ്പോൾ എന്തോ കുറച്ച് കുറവാണ്, ക്ലിയർ കുറവാണ്, അതുകൊണ്ട്. അപ്പോൾ ഇതൊക്കെ ഏതാ കിളി ഗെയ്സ്, നിങ്ങൾ പറയൂ? ഒരുപാട് കാണാണ്ട് കേട്ടോ ഇവിടെ, ജീവികളായിട്ട് ഒരുപാട് കാണാണ്ട്. പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നേരം കണ്ടിരിക്കാം. ടെൻഷൻ്റെ ആവശ്യമല്ല കേട്ടോ, ഇതിലേക്ക് കയറാൻ പൈസൻ്റെ ആവശ്യമില്ല. ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, ഇതിലേക്ക് പൈസ ആവശ്യമില്ല. ഈ ഒരു കിളി എന്താ രസമല്ലേ, എന്താ അതിൻ്റെ വാലിൻ്റെ ഒരു നീളം നോക്കൂ. ഈ ഒരു കിളീൻ്റെ പേരെന്താ സത്യത്തിലൊന്ന് പറഞ്ഞേക്കൂ നിങ്ങൾ. ഇനി ഇൻഷാ അല്ലാ നിലമ്പൂർ പാട്ടൊക്കെ തുടങ്ങാനായിട്ടുണ്ട്. ഇനി നിലമ്പൂർ പാട്ടിന് പോവണം. അപ്പോൾ ഇതെല്ലാമാണ് ഇവിടുത്തെ കിളികൾ ഗെയ്സ്. ഇതിൻ്റെ ഒന്നും പേര് സത്യത്തിൽ എനിക്കറിയില്ല കേട്ടോ. ഇതൊക്കെ പ്രാവാണ് സംഭവം. ഇതെന്ത് പ്രാവാണെന്നൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഇവിടെ കോഴികളാണ്, ചെറിയ എന്തോ കോഴികളാണ്. പിന്നെ അത് കഴിഞ്ഞ് ഈ കൂട്ടിൽ ഇതെന്താ സംഭവം, പെരിച്ചായിനെ പോലെയൊക്കെ തോന്നും കേട്ടോ, പക്ഷെ വൈറ്റ് കളറാണ്. അതെനിക്ക് കറക്റ്റ് അറിയില്ല. ഇത് പിന്നെ പ്രാവ് തന്നെയാണ് കേട്ടോ, ബ്ലാക്ക് കളറിലുള്ള പ്രാവ്. അതിൻ്റെ പേര് കറക്റ്റ് എനിക്കറിയില്ല. ഒക്കെ പേര് നിങ്ങൾ പറയട്ടോ ഗെയ്സ്, എനിക്ക് സത്യത്തിൽ ഒന്നിൻ്റെ പേരറിയില്ല. അപ്പോൾ ഇതാണ് ഫൻറ്റാർട്ടിക്ക പാർക്കിൻ്റെ വിശേഷങ്ങൾ. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.